ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ലിയാഖത്ത് സാറല്ലേ? ലിയാക്കത്താണ്. സാറില്ല. പറയ്. എന്ത് ജോലി ഇങ്ങക്ക്? ഞാൻ അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പോരെ. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഒരു എന്ത് തുടക്കക്കാരനാണ്. എന്ത് ബിസിനസ്? ഞാൻ ഫർണിച്ചർ. ആ, എറണാകുളത്താണോ? എറണാകുളത്താ. ഓഫീസിലാണോ? ഇപ്പൊ ഓഫീസിലാ. ഉം, എനിക്ക് നിങ്ങളെ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടു കേട്ടു. ആര് വിളിക്കണേ? ഞാന് കോട്ടക്കന്ന്. കോട്ടക്കൽ. പേര്? ഷമീർ. എന്നിട്ട് പറയൂ. പുന്നക്കൽ പറപ്പൂർ PO. അത്ര മതി. പേര് ജസ്റ്റ് നമ്മളൊരു സംസാരിക്കുമ്പോ അങ്ങോട്ടോട്ട് എന്തെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാലോന്ന് ഓർത്തിട്ടാണ്. പേടിയില്ലല്ലോ. പറയ്. അള്ളാന്റെ ഭൂമിയിൽ ജനിച്ചു പോലെ എന്തായാലും മരിച്ചിട്ടുണ്ടാകും. അതെ. അപ്പോ നിങ്ങള് ഇതിങ്ങനെ വിമർശിക്കുമ്പോ എനിക്കുള്ളൊരു സംശയം, ദീനിനെ പറ്റിയാണല്ലോ ഇപ്പൊ നിങ്ങൾ വിമർശിക്കണം. അള്ളാന്റെ റസൂലിനെ ഒക്കെ ഇട്ടിട്ട് പൊരിക്കുകയാണല്ലോ. അപ്പൊ ഇങ്ങനെ വിമർശിക്കുമ്പോ നമ്മള് കുറേ വീഡിയോസും കോളിങ്ങും ഒക്കെ നമ്മൾ കണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു അല്പജ്ഞാനികളായിട്ടുള്ള ജനങ്ങളോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി നമ്മൾ ഈ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ അതിൽ പെടുവോ? അതെ, ഞാനും അല്പജ്ഞാനിയാണ് ഈ പറഞ്ഞ മാതിരി തന്നെ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മള് വിളിച്ചു വരുത്തുന്നതല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചതല്ലേ. അതേപോലെ നമ്മൾ മതവിമർശനം നടത്തുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോ നമ്മൾ കേട്ടതും കണ്ടതും ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും വിളിക്കുന്നത്. അല്ലെങ്കിൽ അവരോട് പറഞ്ഞതും അവർക്ക് അറിയാവുന്നതും അവർ പഠിച്ചിട്ടുള്ളതുമായ ഒരു മതം, അത് വെച്ചിട്ട് നമ്മളോട് ചില കാര്യങ്ങൾ അതൊന്നും നമുക്കറിയാത്തോണ്ടാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ആൾക്കാർ വിളിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി പറഞ്ഞോളൂ. അപ്പൊ ഇങ്ങനെ മതവിമർശനം അങ്ങനെ നടത്തുമ്പോ ഇത് ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിലൊക്കെ ജനങ്ങളെ മുന്നിലേക്ക് എത്തിച്ചുമ്പോ ഇത് അതിലേറെ അല്പജ്ഞാനികൾ, അതിൽ കൂടുതൽ അറിവില്ലാത്തവരിലേക്കാണ് ഇത് എത്തുന്നത്. എത്തുമ്പോ അവര് പിന്നെയും ഒരുപാട് ഡൗട്ടുകൾ അവരെ മനസ്സിൽ പിന്നെയും വരികയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ ഇത്ര ആണോ? അല്ലെങ്കിൽ ഇതിലപ്പുറം ഒന്നുമില്ലേ? നമ്മൾ കേട്ടതും പഠിച്ചതും അള്ളാന്റെ റസൂലിനെ പറ്റി പഠിച്ചതും ഒരുപാട് നന്മകൾ, എണ്ണിയാ തീരാത്ത നന്മകൾ മാത്രമുള്ള ഒരു റസൂലിനെ, അല്ലെങ്കിൽ അവരുടെ സ്വഹാബത്തുകളെ ഇത്തരത്തിൽ ഇങ്ങനെ ഇതുപോലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോൾ ജനങ്ങൾ എന്ത് കരുതുകയാണ്? നിങ്ങളെ അടുത്തുള്ളത് പൊള്ളത്തരങ്ങളാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കരുതും. നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിന് നല്ലതല്ലേ? എങ്ങനെ? അതങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന് ഗുണം ചെയ്യൂലേ? എങ്ങനെ ഗുണം ചെയ്യും? അല്ലെ, നമ്മള് പറയണതൊക്കെ പൊള്ളത്തരാണെങ്കിൽ ഇസ്ലാം ശരിയാണെന്ന് വരൂലേ? അങ്ങനെ വരൂലല്ലോ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങള് ഒരു കാര്യം ഇതുപോലത്തെ ചെറുകിട ആളുകളിൽ നിന്നും ഈ ഇസ്ലാമിനെ വലിയ തോതിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഈ പണ്ഡിതന്മാരെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലത്തെ അവർക്ക് കോൾ ചെയ്യുക. ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കാറില്ല സുഹൃത്തെ. കോളുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ ഇതുപോലെ വിളിച്ചതല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആക്ച്വലി നമ്പർ കൊടുത്തിരിക്കണ എന്താ വെച്ചാല്, ഞാന് മതവിമർശനത്തിന്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു കേരളത്തില്. അതായത് മതവിമർശനം നടത്തുന്നു. അവര് ആളുകൾക്ക് അത്ര പെട്ടെന്ന് ആക്സസിബിൾ അല്ല. മീൻസ് ഇപ്പൊ ഈ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഫോൺ നമ്പറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വെറുതെ ഏകപക്ഷീയമായിട്ട് വീഡിയോ ചെയ്താൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് പ്രതികരണമോ വിമർശനമോ ഉണ്ടെങ്കിൽ അത് നേരിട്ട് വിളിച്ച് സംസാരിക്കാനുള്ള ഒരവസരം ഉണ്ടാവണം എന്ന എൻ്റെ ചിന്തയിൽ നിന്നാണ് ഞാൻ എൻ്റെ നമ്പർ പബ്ലിക്കായിട്ട് കൊടുക്കുന്നത്. ആ നമ്പർ പബ്ലിക്കായിട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ അക്കൗണ്ടബിൾ ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായ ബോധ്യത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിമർശനമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നോ ബോധ്യമുള്ള ആളുകൾക്ക് അത് എന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേവലമായിട്ട് ഇങ്ങനെ ആളാരാ എവിടെ എന്താ ഏതാന്ന് അറിയാത്ത രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മതവിമർശനം കേട്ട് എന്നെ വിളിക്കണം തോന്നിയപ്പോ എന്നെ വിളിക്കാൻ പറ്റിയില്ലേ? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം.
നമുക്കത് നിങ്ങൾ പരിശോധിക്കാം. പറഞ്ഞ അതിൽ കാര്യങ്ങൾ കുഴപ്പമില്ല. പെശക് ഉണ്ടോ ഇല്ല എന്നുള്ളത് സാധാരണക്കാർക്ക് അറിയില്ല. അതിപ്പോ എന്റെ അത് ഉത്തരവാദിത്തമല്ലല്ലോ. അത് അത് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ നോക്കൂ, അത് ഒരു അത് മത ഞാൻ പറഞ്ഞ ദീന് പഠിച്ച ഈ മൂല്യന്മാർക്കും ഇവർക്കൊക്കെ ഇതിനെ പറ്റി അറിയുള്ളൂ. ഓൽക്കൊക്കെ വിളിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ അവരാരും ഇതുവരെ വിളിച്ചിട്ടില്ലേ? ഇല്ല അതോ നിങ്ങൾ വിളിച്ചിട്ട് അവരത് നിങ്ങൾ അപ്ലോഡ് ഇല്ല, ചെയ്യാതെ? ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സകല മനുഷ്യന്മാരുടെ കോള് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ഒരു വിഷയാധിഷ്ഠിതമായി സംസാരിക്കുന്ന ആൾക്കാർ വെറുതെ വിളിച്ചിട്ട് ഇങ്ങനെ വല്ല തെറിയോ എന്നെ കൊല്ലട അങ്ങനെ ആക്കോടെ എന്ന് പറഞ്ഞൊന്നും എല്ലാതൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. അപ്പൊ അതാണ് എന്റെ ഏറ്റവും നിങ്ങൾക്ക് വലിയ വിശ്വാസമുള്ള സംശയം. ഏതെങ്കിലും മൂല്യന്മാരെ കൊണ്ട് നിങ്ങൾ വിളിപ്പിച്ചോളി. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അല്ല ഞാൻ ഇത് പൂഴ്ത്തി വെക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇന്ന് രാവിലെ ഞാനിപ്പോ ചായ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോ നിങ്ങളൊരു വീഡിയോ കണ്ടു. അതില് പറയുന്നുണ്ട് ബദർ യുദ്ധത്തിനെ പറ്റി. ബദർ യുദ്ധം അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ടും പറയും. ബദർ യുദ്ധം കൊള്ളടിച്ചാണ് റസൂല്, അങ്ങനെ ആക്കിയതാണ് ഇങ്ങനെ ആക്കിയതാണ്, സഹാബത്ത് വല്ലപാടെ കൊള്ളടിച്ചാൻ പോയതാണെന്നൊക്കെ. ആണ്. അപ്പൊ മക്കത്തുനിന്ന് ഇവരെ സ്വത്തും മുതലും ഇതൊക്കെ വിട്ടിട്ടാണല്ലോ ഇവര് മദീനത്തേക്ക് എന്ത് പോയിട്ടുള്ളത്. സ്വത്തുണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക്? മുഹമ്മദ് നബിന്റെ കൂട്ടർക്കും മുഹമ്മദ് നബിക്കും ആർക്കൊക്കെ എന്തൊക്കെ സ്വത്തുണ്ടായിരുന്നു? മക്കത്തൊന്നും ഇല്ലായിരുന്ന വീടും സ്ഥലവും അതൊന്നും ഇല്ലായിരുന്നു. വീട് സ്ഥലം എടുത്തിട്ട് പോലെ എന്താക്കി? അവരൊക്കെ അത് ഇട്ടെറിഞ്ഞുകൊണ്ട് അവരെടുത്തിട്ട് സ്നേഹിച്ച് പോയി കച്ചവടം ചെയ്തു എന്നാണ് നിങ്ങളെ വാദമെങ്കിൽ പോലും കൊള്ള ചെയ്യണത് ശരിയാണോ അല്ലേ? മദീനത്തേക്ക് പോയതല്ലേ. അവരെ സ്വത്തും മുതലും വീടൊക്കെ അബൂജഹലും ടീമും ഒക്കെ പാടെ ഇല്ല കൈക്കലാക്കിയതല്ലേ. ഇല്ല ആര് പറഞ്ഞു? ഇല്ല ഇല്ല അങ്ങനെയാണല്ലോ. ഇല്ല. നിങ്ങൾ തെളിവുതാ. അവരുടെ സമ്പത്ത് ഇവർ കൊള്ളയടിച്ചതിന്, അവരെ ലൂട്ട് ചെയ്തതിന് തെളിവുതാ. ഒരു തെളിവുമില്ല, വെറുതെ തള്ളി മറിക്കാമെന്നേ ഉള്ളൂ. ബദറുമായി ബന്ധപ്പെട്ട് ബദറിലെ സമ്പത്തിന്റെ വിവരങ്ങൾ വിശദീകരിക്കുന്നിടത്ത് തഫ്സീറിൽ എഴുതി വെച്ചിട്ടുള്ളത് ഒരു ദിർഹമെങ്കിലും, ഒരു ദിർഹ 10 ദിർഹ പറയുന്നുണ്ട്, അതെങ്കിലും എടുക്കാൻ കഴിവുള്ള സകല മനുഷ്യരുടെയും, മക്കാരായിട്ടുള്ള സകല മനുഷ്യരുടെയും സമ്പത്ത് അത് ചേർത്തിട്ടാണ് കച്ചവട സംഘം യാത്ര പോകുന്നത്. അതായത് കഅബയ്ക്ക് ചുറ്റും താമസിക്കുന്ന ഗോത്രങ്ങളുടെ, ഖുറൈശികളുടെ പ്രത്യേകിച്ചും എല്ലാ ആളുകളുടെയും സമ്പത്തിന്റെ ഭാഗമായി ആ സമ്പത്തിൽ നിന്ന് ഉള്ള ഉൽപ്പന്നങ്ങളും സാധനങ്ങളുമായിട്ട് കച്ചവടത്തിന് പോകുന്ന കച്ചവട സംഘം. ആ കച്ചവട സംഘത്തെ ലാക്കാക്കി 2 തവണ പാളിപ്പോയ കൊള്ളശ്രമമാണ്. ആ കൊള്ളയ്ക്ക് വേണ്ടിയാണ് മുഹമ്മദ് തയ്യാറെടുത്തത്. എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ മുഹമ്മദ് നബിനെ കുറിച്ച് 100 നന്മകൾ, എത്രയോ ആയിരക്കണക്കിന് നന്മകൾ മാത്രം നമ്മൾ കേട്ട് പഠിച്ചിട്ട് നിങ്ങളിപ്പോ ഇത് പറയുമ്പോ വിശ്വാസികൾക്ക് പിന്നെയും സംശയം വരൂലെന്ന്. എന്തുകൊണ്ടാ വരുന്നത്? ബദറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ്? മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. ഇവിടെ ജീവിക്കാൻ സമ്മതിക്കാതെ ഇവിടുന്ന് പലായനം ചെയ്തു എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതൊരു നുണയല്ലേ? വീട് വളഞ്ഞു എന്നുള്ളത് ആ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം പ്രകാരം മക്കയിൽ നിന്ന് പോയതാണോ? അല്ല. 2 വർഷത്തെ തുടർ ചർച്ചകളിലൂടെ ഇവിടെ നിന്ന് ഖദീജയും അബൂ താലിബും മരണപ്പെട്ടതിന് ശേഷം മക്കയിൽ ഈ പ്രബോധനം ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കാണുമ്പോൾ മദീനയിൽ വേറൊരു അവസരം, വേറൊരു ചാൻസ്, ഒരു സ്പേസ് അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് മദീനത്ത് നിന്ന് ഈ മക്കത്തേക്ക് വന്ന ആളുകള് ഈ മക്കത്ത് റസൂലിന്റെ ഈ ഒരു പരിതാപകരമായ സ്ഥിതികളും പരിഹസിക്കലും ഇതൊക്കെ കണ്ടപ്പോ അവര് മദീനക്കാര് പറഞ്ഞതാണ്, ഞങ്ങൾ ഏറ്റെടുത്തോളാം, നിങ്ങൾ അങ്ങോട്ട് പോരി. അങ്ങനെ എത്ര പേര് വന്നിട്ട്? ഔസും ഖസ്റജും ഗോത്രത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇസ്ലാം സ്വീകരിച്ചവര് മക്കയിലേക്ക് ഹജ്ജിന് വന്ന സമയത്തെ കഥയല്ലേ നിങ്ങൾ പറയണേ? അതെ. എത്ര പേരുണ്ടായിരുന്നു അവര്? അത് എത്ര പേരുണ്ടായിരുന്നു അതൊക്കെ ചരിത്രത്തിലുണ്ട്. നിങ്ങൾ ഈ കഥ പറയുന്നിടത്ത് ഇതൊക്കെ കിട്ടും. മനസ്സിലായി? അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഘട്ടം ചർച്ച നടക്കുന്നു, രണ്ടാമത്തെ ഘട്ടം ചർച്ച നടക്കുന്നു. ഞാൻ പറയുന്നതിൽ നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്ക്. 2 വർഷത്തെ തുടർ ചർച്ചകളുടെയും ഉടമ്പടികളുടെയും അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ തീരുമാനം എടുക്കുന്നത്. അല്ലേ? അത് നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആകെ പറയുന്നത് വീട് വളഞ്ഞു, മണല് വാരി, യാസീനോദി, കണ്ണിലെറിഞ്ഞു, ഓടി, ഇറാഖ് സൗർ ഗുഹയിൽ താമസിച്ചു, ചെലന്തി വല കെട്ടി, ഇതൊക്കെയല്ലേ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതെ മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി മക്കയിൽ നിന്ന് അബൂജഹലും കൂട്ടരും പടപ്പുറപ്പാട് നടത്തി നബിയെ കൊല്ലാൻ വേണ്ടി വന്നു. ഇതല്ലേ കഥ? അല്ലേ? ഇത് നുണയല്ലേ? അതെങ്ങനെ നുണയാവും? എന്ന് പറയാ. എങ്ങനെ? എന്താ ബദർ?
ബദർ എന്താണ്? എങ്ങനെയാ ബദർ ഉണ്ടാവുന്നത്? മക്കയിൽ അതന്നെ ജീവിക്കാൻ മുഹമ്മദ് മക്കയിൽ ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് വരും മക്കളെ നമുക്ക് മുഹമ്മദ് നബിനെ പോയി കൊല്ലാം എന്ന് പറഞ്ഞിട്ട് അബൂജഹലും കൂട്ടരും വെറുതെ പിന്നെ പടപ്പുറപ്പാട് നടത്തിയതാ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, മക്കത്ത് ഈ റസൂലിന്റെ ഈ ഗതികേട് കണ്ടിട്ട് മദീനക്കാര് അങ്ങോട്ട് പോരുന്ന 2-3 വട്ടം ക്ഷണിച്ച് അങ്ങനെയാണ് റസൂല് മദീനത്തേക്ക് പോകാനുള്ള തീരുമാനമാകുന്നുണ്ട്. വീട് വളഞ്ഞപ്പോ, കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖിനെയും കൂട്ടിയിട്ട് മദീനയ്ക്ക് പാലാന്റെ ഓർഡർ. ഇവര് വീട് വളയും എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി പിന്നെ ഇങ്ങനെ എന്താ പറയാ 2 കൊല്ലം തുടർ ചർച്ചകളും ഉടമ്പടികളൊക്കെ ഉണ്ടാവുന്നത്? നിങ്ങൾ അക്കബ ഉടമ്പടി വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. അക്കബ ഉടമ്പടി 1ഉം 2ഉം ഉണ്ട്, നെറ്റിൽ കിട്ടും. ഉം. പിന്നെ നൂറുൽ യഖീൻ വാങ്ങി വായിച്ചാൽ അതിനകത്ത് അതിന്റെ പൂർണ്ണ രൂപമുണ്ട്. അപ്പൊ ഇതിലൊക്കെ വളരെ ലളിതമായിട്ട് എഴുതി വെച്ച ചരിത്രമാണ്. അക്കബ ഉടമ്പടിയുടെ സമയത്ത് മുഹമ്മദ് നബിക്ക് മക്കാരുടെ പ്രതിനിധിയായിട്ട് മുഹമ്മദിന് വേണ്ടി മദീനക്കാരോട് സന്ധി പറയുന്ന സംസാരിക്കുന്ന ആളുണ്ട്. ആ ആള് വിശ്വാസിയല്ല. അബ്ബാസ് ആണോ ഹംസയാണോ എനിക്ക് ഓർമ്മ. അബ്ബാസ് ആണ് എന്റെ ഓർമ്മ. ആ ഹംസ മക്കയിൽ തന്നെ മുസ്ലിം ആയിക്കണല്ലോ. അപ്പൊ അബ്ബാസ് മുസ്ലിം ആയിക്കൊണ്ട് തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് റസൂൽ പറയണ്ടല്ലോ. ഞാൻ പറയട്ടെ, അന്ന് അബ്ബാസ് മുസ്ലിം അല്ലല്ലോ. അബ്ബാസിന് ഇസ്ലാം സ്വകാര്യമായിരുന്നു. കാരണം അബ്ബാസ് റളിയല്ലാഹു മദീനത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം കുറച്ച് കടം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്വകാര്യമായിട്ട് മുസ്ലിം ആയിട്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തോണ്ട്. അതുകൊണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്തോട്, അബ്ബാസ് റളിയല്ലാഹു എവിടെ കാണുകയാണെങ്കിൽ വെട്ടരുത്, കൊല്ലരുത് എന്നൊക്കെ. എന്താ സമാധാനം. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഈ അബ്ബാസ് അന്ന് ഖുറൈശികൾക്ക് വേണ്ടി അബ്ബാസ് മാത്രമല്ലല്ലോ ചർച്ചയ്ക്ക് വരുന്നത്. അക്കബ ഉടമ്പടിയില് ഞാൻ പറയട്ടെ, അക്കബ ഉടമ്പടി പ്രകാരം മക്കയില് ഇവിടെ ഞങ്ങൾ മുഹമ്മദിന്റെ ജീവൻ സംരക്ഷിക്കുന്നുണ്ട്, നിങ്ങളെ കൂടെ വന്നു കഴിഞ്ഞാല് നിങ്ങളെ ജീവൻ സംരക്ഷിക്കണം, ഉറപ്പുവരുത്തണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന് ഉടമ്പടിയിൽ പറയുന്നുണ്ടോ? ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന കഥ. എന്ത് വീട് വളയുന്നതും ബാക്കി സാധനങ്ങളൊക്കെ. ഓക്കെ. ഇനി ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹമ്മദ് നബി അവിടെ മദീനയിൽ മുഹമ്മദ് ജീവിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തിൽ മുഹമ്മദ് നബിനെ കൊല്ലാൻ വേണ്ടി അബൂജഹൽ പടപ്പുറപ്പാട് നടത്തിയതാണോ ബദർ? ഇതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇവര് ഇട്ടേച്ചു പോയ വീടും ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല നിങ്ങൾ മറുപടി പറയണത്. ബദർ യുദ്ധം നടക്കാനുള്ള നിങ്ങൾ പറയണത് കൊള്ള ചെയ്യാൻ വേണ്ടി ഇവർ തയ്യാറാവുന്നതിന്റെ കാരണമാണ്. മനസ്സിലായോ? നിങ്ങൾ എവിടുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നൂറുൽ യഖീൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം, തബരിയുടെ താരീഖ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിലെ തബക്കാത്തുൽ കബീറിലെ ഒക്കെ ഈ ബദറിന്റെ സാഹചര്യം വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദ് നബിയും കൂട്ടരും മക്കാരായിട്ട് മക്കൈക്കാരുടെ മൊത്തം സമ്പത്തും വഹിച്ചു കൊണ്ടുപോകുന്ന കച്ചവട സംഘത്തിലാക്കിയിട്ട് അതിനെ പതിയിരുന്ന് ആക്രമിച്ച് കൊള്ള ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തി സംഘങ്ങളെ ഏർപ്പാടാക്കുകയാണ്. കൊള്ളയടിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ്. മൂന്നാമത്തതും പാളിപ്പോയി. ഈ മൂന്നാമത്തെ കൊള്ളശ്രമത്തിന്റെ സമയത്ത് ഈ വിവരം അറിഞ്ഞു മുഹമ്മദും വലിയൊരു സംഘവും ഈ സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്ന വിവരം അറിഞ്ഞ അബൂ സുഫിയാൻ കച്ചവട സംഘത്തെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടുകയും അതേ സമയത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഈ കച്ചവട സംഘത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മക്കയിലേക്ക് ആളെ പറഞ്ഞയച്ചിട്ട് അവിടുന്ന് നിലയും വിളിയും കൂടിയിട്ട് അപ്പ കിട്ടിയ സാധനങ്ങൾ കയ്യിൽ വാരിപ്പെറുക്കി ആളുകൾ, കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഉൾപ്പെടെ അവരുടെ സമ്പത്ത് രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നതാണ് ബദർ. ഇത്രയും പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കണ്ടോ? ഇത്രയും ഭാഗം നിങ്ങളെ ചരിത്രത്തിലില്ലേ? അല്ല, അത് നിങ്ങൾ അംഗീകരിക്കൽ അത് കിതാബിലുള്ള കാര്യം ഞങ്ങളോട് പറയാണ്. ഇതിന് വിരുദ്ധമായിട്ട് എന്താ നിങ്ങൾക്ക് കിതാബിലുള്ളത്? നിങ്ങൾ പറയും. അതേ കിതാബിലുള്ള കാര്യം ഞങ്ങളോട് പറയുമ്പോൾ പറയും. മക്കത്തെ വീടും സ്ഥലവും ഒക്കെ അബൂജഹലും ടീമും വീടും സ്ഥലവും ഇവര് പിന്നെ ഇവിടത്തേക്ക് കൊണ്ടേക്കുന്നു, ഷാമിലേക്ക് കച്ചവടത്തിന് കൊണ്ടേക്കുന്നു. അല്ല, അതൊക്കെ കൈക്കലാക്കി. എന്തു സുഹൃത്തെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നതിന് ശേഷം മുഹമ്മദ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ സമ്പത്ത് ഒക്കെ പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ? നിങ്ങൾ ആരോടതൊക്കെ പറയുന്നത്? ആരായിരുന്നു അതിൽ ധനാഢ്യന്മാര്? അബൂബക്കർ ഉസ്മാനും അല്ലേ? വേറെ ആരുണ്ടെന്ന്? എത്ര പേരുണ്ടായിരുന്നു മക്കത്ത് മദീനക്ക് ഹിജ്റ പോയാല്? എന്താ കണക്ക്? എന്താ സമ്പത്തിന്റെ കണക്ക്? ബദറിലുണ്ടായിരുന്ന ആളുകളുടെ കണക്ക് എങ്ങനെ? ബദറിലെ സ്വത്തിന്റെ കണക്ക് എത്ര? ഇത് ഖുർആൻ പറയുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. യുദ്ധസംഘം കിട്ടും, സ്വർഗം കിട്ടുന്നല്ല. ഒന്നുകിലാ നിങ്ങള്
യുദ്ധസംഘത്തിനെ നേരിടും, ആ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമ്പത്ത് കിട്ടും. സമ്പത്ത് കിട്ടും. എന്നതിന്റെ അങ്ങനെ അർത്ഥം യുദ്ധസംഘത്തിനെ നേരിടുന്ന എന്തിനാ? അതിൽ പോയി മരിച്ച എന്താ കിട്ടുക? അതൊക്കെ ഇത് പിന്നീട് കൊള്ള റസൂല് കൊടുക്കുന്ന സംഘമാണ്. ഇത് ഓഫറല്ലേ. മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഇനി ഇത് ബദർ മാത്രാണോ? ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞുതരാം. ഈ ബദർ എന്ന് പറയുന്ന ഈ പ്രശ്നത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഉം. മുഹമ്മദ് സംഘങ്ങളെ നിയോഗിച്ചിട്ടില്ലേ? വഴിയരികില് ആൾക്കാരും നടക്കുന്നുണ്ടോ പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടി അവര് അതൊക്കെ കൊള്ള ഏത് ചെയ്തിട്ടില്ലേ? അതൊക്കെ ഏത് കിതാബിലുണ്ടാവും. ആ നിങ്ങൾ ഒന്നും വായിച്ചിട്ടില്ല. ഇതാണ് പ്രശ്നേ. എന്നിട്ട് നിങ്ങൾ ഈ ഞാനും തമ്മിൽ ഈ ഫോൺ സംഭാഷണം ഞാൻ അപ്ലോഡ് ചെയ്താല് ഉം. അടുത്ത ആള് വിളിച്ചിട്ട് ചോദിക്കും നിങ്ങൾ ഈ അല്പജ്ഞാനികളോട് സംസാരിക്കണത് എന്തിനാണ്? നിങ്ങൾക്ക് മൂല്യന്മാരോട് ചോദിച്ചൂടെ? അല്ല, അതിന്റെ ഒരു തീരുമാനമാണ്. കാരണം നമുക്ക് അറിയാത്തതുകൊണ്ട്, ഈ ജാതി ആൾക്കാർക്ക് കുറെ അറിവില്ലാത്തത് കൊണ്ടാണ് പല സംശയങ്ങളും വരുന്നേ. അപ്പൊ ഈ അപ്പൊ ഞാൻ അറിവുള്ളൂ. പറയണത് ഇങ്ങനെ ഈ കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടി അവരുടെ സമ്പത്ത് ഉപരോധിക്കാനും തട്ടിയെടുക്കാനും വേണ്ടി മുഹമ്മദ് നബി പടപ്പുറപ്പാട് നടത്തി കച്ചവട സംഘം യാത്ര ചെയ്യുന്ന പാത ലക്ഷ്യമാക്കി 100 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു എന്ന വിവരം ബദർ യുദ്ധം പഠിപ്പിക്കുന്ന ഏതെങ്കിലും മദ്രസയിലോ പുസ്തകത്തിലോ ചരിത്രത്തിലോ ഏതെങ്കിലും മുസ്ലിം കുട്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ മദീനത്ത് സത്യസന്ധമായിട്ട് പറയും. മദീനത്ത് നിന്ന് 100 കിലോമീറ്റർ. ആ ബദറിലേക്ക് നിങ്ങളിപ്പോ ഗൂഗിളിൽ നിങ്ങൾ എടുത്തു നോക്ക്. മദീന എവിടെയാണ്, ബദർ എവിടെയാണ്? മദീനത്തുള്ള മുഹമ്മദ് എന്തിനാ ബദർ പോയത്? മക്കത്ത് നിന്ന് ബദർക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? അത് ഉണ്ടാവും, സ്വാഭാവികമാണ്. ബദർക്കല്ല സുഹൃത്തെ, മക്കത്തുനിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന സംഘമാണ്. മുഹമ്മദിന് അറിയാവുന്ന വഴിയാണ്. കുറെ കാലം കച്ചവടത്തിന് പോയതല്ലേ ഖദീജാന്റെ സമ്പത്ത് പോയിട്ട്. നിങ്ങൾ ഇപ്പൊ അടിച്ചു നോക്ക്. ഇതിപ്പോ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ നോക്കാമല്ലോ. ഷാമിലേക്ക് മക്കയിൽ നിന്ന് സ്ഥിരമായിട്ട് കച്ചവട സംഘങ്ങൾ പോകുന്ന സമുദ്ര അതിർത്തി വഴിയുള്ള വഴി, തീരദേശ പാത. ആ തീരദേശ പാതയിലേക്ക് മദീനയിൽ നിന്ന് മുഹമ്മദ് 100-300 ആളെയും കൂട്ടി സർവായുധ സന്നാഹം കൊണ്ട് എന്തിനാ പോയത്? അബൂ സുഫിയാനെ കച്ചവട സംഘം രക്ഷപ്പെട്ടു. മക്കത്ത് വന്നിട്ട് പറയണ്ടേ കച്ചവട സംഘം രക്ഷപ്പെട്ട കഥ വേറെ. ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് എന്തിനാ അങ്ങോട്ട് പോയി? ഇതാണ് ചോദ്യം. ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ ഇവിടെ സുരക്ഷിതാണ് എന്ന് അബൂജഹലിന് വിവരം കിട്ടുന്നുണ്ട്. എന്നിട്ടും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കൂല എന്നുള്ള അഹങ്കാരത്തോട്. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം ചോദിക്കാം. നിങ്ങളെ കുട്ടികള് 2 പെൺകുട്ടികള് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന സ്ഥലത്ത് അവരെ പിടിച്ചക്രമിക്കാൻ വേണ്ടി പതിയിരിക്കുന്ന 2 അക്രമികൾ ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പോ നിങ്ങളെ കുട്ടികള് അപ്പുറത്തെ സൈഡിൽ കൂടി രക്ഷപ്പെട്ടിട്ട് ഇപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, കുഴപ്പമില്ല, ഞങ്ങളിപ്പോ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ വീട്ടിൽ പോവാറ് നിങ്ങൾ തിരിച്ചു പോകും. നിങ്ങളെ കുട്ടികളെ ആക്രമിക്കാൻ നിൽക്കുന്നവരെ വെറുതെ വിട്ടിട്ട്. കാരണം നാളെയും ഈ കുട്ടികൾക്ക് ആ സ്കൂളിൽ ആ വഴി പോണ്ടേ. വഴിയിൽ കൊള്ള സംഘം പതിയിരിക്കുന്നത് പതിവാക്കിയാൽ കൊള്ള സംഘത്തെ നേരിടുക എന്ന് പറയുന്നത് ആ വഴി ഉപയോഗിക്കുന്നവന്റെ അവകാശമാണ് സുഹൃത്തെ. അല്ലേ? അല്ലേ? നിങ്ങൾ പറയും. ശരിയാണ്. അതാണ് അവിടെ നടന്നത് ബദർ. കാരണം ഇത് മുഹമ്മദിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല, 3ാമത്തെ അറ്റംപ്റ്റ് ആണേ. അപ്പൊ ഇങ്ങക്ക് ഇതൊന്നും അറിയില്ല, അതാ പ്രശ്നം. നിങ്ങൾ എന്നിട്ട് ഇതിനു മുമ്പ് വിളിച്ച ആൾക്കാരൊക്കെ അല്പജ്ഞാനികളാണ്, ഓല തമാശാക്കിട്ട് എന്താ കാര്യം? നിങ്ങൾക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ പഠിപ്പിച്ചു തന്നത് ഇതാണേ. നമ്മൾ കിതാബ് എടുത്ത് വായിക്കുമ്പോഴല്ലേ കഥ തിരിയാ. മനസ്സിലായോ? ഇനി ഈ ബദറാണ് കഴിഞ്ഞു. ഓക്കെ, ആ സമ്പത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി പിന്നെ ശ്രമം നടത്തിയിട്ടുണ്ടോ മുഹമ്മദ് നബി എപ്പോഴെങ്കിലും? നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ ഇല്ല. മുഹമ്മദ് എന്തിനാണ് അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗോത്രങ്ങളെ പോയി ആക്രമിച്ചിരുന്നത്? എത്ര ഗോത്രം? മുഹമ്മദ് നബി എത്ര യുദ്ധങ്ങളും കൊള്ളകളും പ്രതിരോധവും എല്ലാം കൂടെ ചേർത്ത് 2 പ്രതിരോധമുള്ളൂ കേട്ടോ. എത്ര അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്? യുദ്ധം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ളത് 10 വർഷം കൊണ്ട്, 9 വർഷം കൊണ്ട്. കണക്കറിയോ നിങ്ങൾക്ക്? ബദർ, ഖൈബർ, ഹന്തക്, ഹുനൈന്, അങ്ങനെ കുറച്ച് യുദ്ധങ്ങള് 90-ലധികമാണ്. 90-ലധികം ചരിത്ര പുസ്തകങ്ങളിൽ, ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെക്കപ്പെട്ടത് കേട്ടോ. മുഹമ്മദ് നേരിട്ട് പങ്കെടുത്തതും മുഹമ്മദ് സംഘങ്ങളെ നിയോഗിച്ചതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയച്ചതും 1-2 ആളുകളെ മാത്രം പോയി ടാർഗറ്റ് ചെയ്തിട്ട് തീരുമാനാക്കി വരാൻ പറഞ്ഞതൊക്കെ ആയിട്ടുള്ളത്. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു 9 വർഷം കൊണ്ട്
90 അല്ലെങ്കിൽ 90-ലധികം എന്ന് പറയാം, 90 കൂട്ടിക്കോ, 9 വർഷം കൊണ്ട് 90 യുദ്ധവും യുദ്ധസമാനമായിട്ടുള്ള അക്രമങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആവറേജ് 10 അല്ലേ? അതിൽ പലതും ദിവസങ്ങൾ വഴിയോത്ര ചെയ്തിട്ട് പതിയിരുന്നിട്ടും വിശ്രമിച്ചിട്ടും ഒക്കെ നടക്കുന്ന ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാണ്. ഒരു വർഷത്തിൽ 10 എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു മാസത്തിൽ ഒന്ന് നടക്കണ്ടേ? 1.5 മാസം, ഒരു 10-35 ദിവസം കൊണ്ട് ഒന്ന് നടക്കണ്ടേ? പിന്നെ ഞങ്ങളൊരു ഇതിൽ കേട്ടു, അല്ല ഇത് നിങ്ങൾക്ക് തീരുമാനമായോ? ഉറങ്ങി കിടക്കുന്ന ആൾക്കാരെ പോയി യുദ്ധം ചെയ്ത്. അതിലെന്താ ഉണ്ട്, പോയിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ രാത്രി പുലർച്ചെ നിങ്ങൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ വിളിക്കണേ. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും. തിരൂരങ്ങാടി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന സുന്നികളുടെ ബുക്ക് സ്റ്റാളിൽ കിട്ടുന്ന നൂറുൽ യഖീൻ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമുണ്ട്. നൂറുൽ യഖീൻ എന്നാണ് അതിന്റെ പേര്. അതിന്റെ മലയാളം പരിഭാഷ കിട്ടും. നിങ്ങൾ അതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് 2 ആവർത്തി വായിച്ചിട്ട് നിങ്ങൾ എന്നെ ഒന്നുകൂടി വിളിക്കും. ഒരു 200 പേജ് താഴെയുള്ളൂ. അപ്പൊ ഞാൻ പറയണത് ശരിയാണോ അല്ല? നമ്മൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് നല്ലത് എന്നോ നല്ലതാക്കിയിട്ട് പറയാൻ പറ്റുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളെ വക്രീകരിച്ചിട്ടോ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. നമ്മളോട് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ കിതാബിലുള്ളത് വേറെയാണ്. ഞാൻ ടോട്ടലായിട്ട് ഒരു സംഗതി ചോദിച്ചിട്ടങ്ങോട്ട് ചോദിച്ചോളി. ഇതിപ്പോ നമ്മളിപ്പോ ഈ വിമർശിക്കുന്നതും ഞാൻ എതിർക്കുന്നതും നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പറയുന്നതും ഹദീസിന്റെയും ചരിത്ര പുസ്തകങ്ങളുടെയും ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ മാറ്റി വെക്കുക. നമ്മൾ ഹദീസുകളും മാറ്റി വെക്കുക, ഈ പല ചരിത്രങ്ങളും മാറ്റി വെക്കുക. ഖുർആൻ മാത്രം എടുക്കാനാ? ഖുർആന് അള്ളാ റസൂലിന് കൊടുത്ത ഒരു റസൂല് ജീവിച്ചിരുന്നു, ഒരു അള്ളാ അള്ളാ ഉണ്ടായിരുന്നു. ആ അള്ളാ റസൂലിന് ഇറക്കി കൊടുത്ത കിതാബ് എന്ന നിലക്ക് ഖുർആൻ ഉണ്ടായിരുന്നു. ആ ഖുർആൻ അനുസരിച്ച് റസൂല് സഹാബത്താൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഈ യുദ്ധങ്ങളും ഇതൊക്കെ കൊള്ളസംഘത്തൊന്നുമില്ല, അതൊന്നുമില്ല. നല്ല രീതിയിൽ ജീവിച്ച് മരിച്ചുപോയ റസൂലും കുറച്ച് സഹാബത്താളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 200 കൊല്ലം കഴിഞ്ഞിട്ട് ഹദീസുകളൊക്കെ ക്രോഡീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഖുർആനില് അന്ന് എന്തൊക്കെയോ പറഞ്ഞത് അത് സത്യസന്ധമായിരുന്നു. അത് എല്ലുകളിലും മറ്റേ തോലുകളിലൊക്കെ എഴുതി വെച്ചിരുന്നു. അതും പോട്ടെ, അത് പിന്നീട്ടാണ് ഇത് കിതാബാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇതിലൊക്കെ തിരിമറി ആൻഡ് ഒടിമറി ആൻഡ് തിരിമറിച്ചലുകളൊക്കെ നടന്നിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ സംഭവിക്കാൻ ഇടയുണ്ട്. നമ്മൾ ഇതേ ഈ നമ്മളെ മുസ്ലിം ലോകം ചർച്ച ചെയ്ത് ആണ്ടും കൊണ്ടും നിസ്കാരത്തിലും ഇതിലൊക്കെ വ്യത്യാസങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സ്വാഭാവികമായി ചിന്തിച്ചുകൂടാ? ഇതൊക്കെ എന്തൊക്കെയോ കൈകടത്തിൽ നടന്നിട്ടുണ്ട്. അല്ലാതെ അന്നേ റസൂലും സ്വഹാബത്തും എങ്ങനെ ജീവിച്ച ചരിത്രമൊന്നും ഇതിലൊന്നും തിരഞ്ഞാൽ കിട്ടുന്നില്ല. ഖുർആന് വരെ നിങ്ങൾ ഒരുപാട് ഞാൻ നിങ്ങളെ വീഡിയോ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങളത് മാത്രമല്ല വേറെ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഖുർആന് നല്ല വാക്കുകൾ പറയുമ്പോ നിങ്ങളെ പോലെ തന്നെ ആരിഫ് ഹുസൈനെ പോലെ തന്നെ മറ്റെന്താണ് ജബ്ബാറോ, അവരൊക്കെ ഖുർആനിലെ വൈവിധ്യങ്ങളും ഖുർആനിലെ തോന്നിയാസനങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും കൈകടത്താൻ പറ്റൂല എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കൈകടത്താൻ പറ്റും, എന്തിലും കൈകടത്താൻ പറ്റും. ഖുർആനിലൊക്കെ കൈകടത്താൻ പറ്റും. പക്ഷെ നമ്മള് അള്ളാഹ്, റസൂല്, സഹാബത്ത് ഇവരെ ഈ മോശമാക്കുന്നുണ്ട്. ഈ ചരിത്ര ഈ എഴുത്തിലൂടെ ഇതിലൊക്കെയാണ് നമ്മളെ ഇവരെ മോശമാക്കി കാണുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു അള്ളി റസൂലും ഒരു സഹാബത്തും എങ്ങനെയായിരുന്നു ജീവിച്ച ആ ഒരു ദീനായിരുന്നു ദീൻ, ആ ഒരു ഇസ്ലാമായിരുന്നു ഇസ്ലാം. അങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ചൂടെ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോളി. എന്നിട്ട് അത് എന്താന്ന് മനസ്സിലാവുകയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക. അതായത് ഖുർആനും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റൂല, ഹദീസുകളിലും കൈകടത്തലുകൾ ഉണ്ട്, നമ്മളിപ്പോ എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ നിന്ന് വായിക്കുന്ന മുഹമ്മദ് നബി അല്ല യഥാർത്ഥ മുഹമ്മദ് നബി, അതല്ല ഇസ്ലാം, അതല്ല അള്ളാഹ് ദീൻ പറഞ്ഞാൽ പിന്നെ അത് എന്താണ്, നമുക്ക് എവിടുന്ന് കിട്ടുക എന്ന് അറിയണ്ടേ? അത് ആരെ കയ്യിലാണുള്ളത്? ഒരു കൂട്ടരെ കയ്യിലുണ്ടാവും. അന്വേഷിച്ചോളി. ആ ഒരു കൂട്ടരായിക്കാരല്ല പോയി സ്വർഗത്ത് പോവാ. എനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിച്ചോളി.
പക്ഷെ ഈ കിതാബും പൊക്കി പിടിച്ച് ഈ പ്രവാചകനും അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഫിഖും വെച്ചിട്ട് ഈ നാട്ടില് പറഞ്ഞുണ്ടാക്കിയ ദീനുണ്ടല്ലോ, അത് നാട്ടുകാരുടെ ഇടയിൽ പഠിപ്പിക്കപ്പെടുന്ന ദീന്, ആ അത് ദീനിന്റെ ആ ദീനിന്റെ ടൗസർ അയച്ച് ആൾക്കാരെ മുന്നിൽ നഗ്നരാക്കി നിർത്തണം. അത് ശരിയാണ്. അത് ചുറ്റിക്കുട്ടിങ്ങാണ്ട് കടൽക്ക് വലിച്ചെറിഞ്ഞ കാലം കഴിഞ്ഞിരിക്കണ്. അതാണ് നല്ലത്. അത് എനിക്ക് സത്യാവസ്ഥത്തിൽ ഞങ്ങൾ അങ്ങനെ വിളിച്ചതല്ല. സത്യാവസ്ഥ നിങ്ങളെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ ആരിഫ് ഹുസൈന്റെ ഒരുപാട് വീഡിയോ കേട്ടപ്പോ അതിൽ അയാള് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരുപാട് ദിവസം പച്ചക്കിട്ട് കണ്ട് തെറി വിളിച്ച പോലത്തിലൊക്കെ പറഞ്ഞപ്പോ ഞാൻ അയാളെ നോ ഇൻട്രസ്റ്റ് ആണ് യൂട്യൂബിൽ നിന്ന് അടിച്ചുപോയി. അയാളത് കേൾക്കണ്ടായിരുന്നു. അതിന്റെ ശേഷമാണ് നിങ്ങളത് വന്നത്. നിങ്ങളത് വന്ന് ഒരുപാട് കേട്ടു, ഒരുപാട് വീഡിയോ ഇങ്ങനെ നിരന്തരം ഇത് കേൾക്കൽ തന്നെ പണി. കേട്ട് 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 ഇങ്ങനെ തലക്ക് ഇങ്ങനെ ഇതാവും, പിരിങ്ങനെ കയറും. എന്താണ് സംഭവം എന്നുള്ളത്. ഈമാനില്ല, ഈമാന് ഇസ്ലാം അതിലൊന്നും വലിയ വിശ്വാസം ഇല്ല പണ്ടും. കാരണം ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തുമ്മിയാ തെറിച്ചണ ഈമാനാണ് ഇവര് പഠിപ്പിച്ചണ ഈമാന്. പണ്ടേ നിങ്ങളെ മറ്റേ എന്താണ് ഒരു ഇതിൽ പറഞ്ഞല്ലോ, നിങ്ങളെ തുടക്കം മുതൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ അതൊക്കെ കേട്ട് നോക്കുമ്പോ ഏകദേശം അതേ റൂട്ടിൽ തന്നെയാണ് ഞാനും വന്നത്. കാരണം ചരിത്രങ്ങൾ ഒരുപാട് ഞാൻ കേട്ടു. ഡിസ്ക് വാങ്ങിയിട്ട് കേട്ട്, അത് വാങ്ങിയിട്ട് ഒരു മുജാഹിദ് നിന്ന് ഞാൻ ജമാഅത്തിൽ അതിലേറെ ഘട്ട മുജാഹിദ് ലാസ്റ്റ് ഇപ്പൊ ഞാൻ നിന്നക്കൊണ്ട് പോയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ തബിലീലാണ് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ നോമ്പ് വരെ ഞാൻ നോമ്പൊന്നും എനിക്ക് അങ്ങനെ എടുക്കാനുള്ള ഇതില്ലേനും. കാരണം എന്തായാലും നോമ്പ് 10 കഴിഞ്ഞാൽ പൊട്ടും. പക്ഷെ തബ്ലീഗിനെ കുറിച്ച് തബ്ലീഗുകാർ പറയണത് എന്താ വെച്ചാല്, ഈമാൻ നഷ്ടപ്പെട്ടു പോയവരെയും അതേമാതിരി വിശ്വാസത്തിൽ ജീവിക്കുന്ന കാലത്ത് പോലും ലുലുമ് പ്രവർത്തിക്കുന്നവരെയും നല്ല കുട്ടികളാക്കുന്ന ഒരു വലിയ പദ്ധതിയായിട്ടാണ് തബ്ലീഗ് അറിയപ്പെടുന്നത്. നിങ്ങൾ തബ്ലീഗിന്ന് പയച്ചു പോയി എന്നൊക്കെ പറഞ്ഞ തബ്ലീഗുകാർ ഇത് എങ്ങനെ സഹിക്കും? തബിലിന്ന് പയച്ചു പോയിട്ടില്ല, തബിലിയിലാണ് ഇപ്പൊ ഉള്ളത്. ഈ തബിലിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് സംശയങ്ങൾ വന്നത്. നിങ്ങളാ വീഡിയോ കേട്ടപ്പോ അത് തബിലിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് സംശയം. കാരണം മലക്കുകളുടെ നേതാവാണ് ഇബ്ലീസ് എന്ന് പറഞ്ഞ ഉസ്താദ് അന്ന് കുത്തുബിയിൽ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ അപ്പൊ തന്നെ സലാം ചൊല്ലിക്കാണ് പുരസ്കാരം ജുമായൊക്കെ കഴിഞ്ഞപ്പോ മൂലര് വന്നപ്പോ തന്നെ സലാം ചൊല്ലി മൂലരോട് ഞാൻ ചോദിച്ചു, മലക്കുകളുടെ ഉസ്താദ് എങ്ങനെ ഇബ്ലീസ് ആകുക ഉസ്താദ്? ജിന്നുകളുടെ നേതാവല്ലേ ഇബ്ലീസ്? അങ്ങനെയാണല്ലോ ഞാൻ അത്രയും കാലം പഠിച്ചുകൊണ്ട് വന്നത്. അല്ലല്ല, മലക്കുകളുടെ നേതാവാണ്. അല്ല ദർജ ഉയർത്തി കൊണ്ടുപോയതാണ് ജിന്നുകളുടെ കൂട്ടത്തുനിന്ന്. ആരാണ് ഈ അള്ളാന്ന് ആലോചിക്കണം. ത്രികാലജ്ഞാനിയാണ്, അള്ളാഹ്ക്ക് അറിയാത്ത ഒന്നുമില്ല. അപ്പൊ ഈ ചങ്ങാതി നാളെ ഒരു കാര്യം പറഞ്ഞ അനുസരണക്കേട് കാണിക്കുമെന്ന് അള്ളാഹ്ക്ക് നേരത്തെ അറിയാം. എന്നിട്ട് ആ ചങ്ങായിനെ ജിന്നുകളുടെ ഇടയിൽ നിന്ന് പിടിച്ചോണ്ടായി മലക്കുകളെ ഉസ്താദാക്കി, ആ മലക്കുകളെ ഫസാദാക്കി. അങ്ങനെയാണല്ലേ? ദർജ ഉയർത്തി കൊണ്ടുവന്നതാണ്. ഇത് എന്നിട്ട് ഉസ്താദിനോട് അപ്പോഴും പറഞ്ഞു മലക്കുള്ള ഉസ്താദാണ്, മലക്കുള്ള പറഞ്ഞപ്പോ പിന്നെ ഉസ്താദ് വേറെ ആളെ ഈ ജിന്നാണ് ഇപ്പൊ അവിടെ ഉള്ളത് വിചാരിച്ചോ. ഫസജദു ഇല്ല ഇബ്ലീസ് എന്ന് പറഞ്ഞാല് ആ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇബ്ലീസ് അല്ലാത്തവരൊക്കെ സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇബ്ലീസ് അനുസരണക്കേട് കാണിച്ചിട്ടില്ലല്ലോ, ഇയാൾ ജിന്നല്ലേ. മലക്കുകളോടല്ലേ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? അതെ. അപ്പൊ പിന്നെ ഇബ്ലീസ് സുജൂദ് ചെയ്യണ്ടല്ലോ, അയാൾ ജിന്നല്ലേ, അയാൾക്കറിയില്ല. ഇപ്പൊ നമ്മൾ കുറച്ച് മനുഷ്യന്മാരും കുറെ പോത്തുകളുണ്ട് വിചാരിക്കുക. പോത്തുകളൊക്കെ കുത്തിരിക്കുന്ന പറഞ്ഞാൽ മനുഷ്യന്മാര് കുത്തിരിക്കുവോ? അപ്പൊ ഇതേപോലെയല്ലേ ഇപ്പൊ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. മലക്കുകളെ നിങ്ങൾ സുജൂദ് ചെയ്യുന്നു പറഞ്ഞു, മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. അപ്പൊ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. പിന്നെ അതിന്റെ മുകൾക്ക് ഡയലോഗ് ഉണ്ട്, എന്താണ് അഹങ്കാരാണ് ഒക്കെ പറഞ്ഞാ മതി. ഇബ്ലീസിനും ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ല നിങ്ങൾ മലക്കോടല്ലേ പറഞ്ഞത്, ഞാൻ അങ്ങനെ കേട്ടത്. ജിന്നായി ഞാൻ സുജൂദ് ചെയ്യണോ എന്ന് ചോദിക്കാം, ഇജും ചെയ്യണം എന്നല്ല പറഞ്ഞത്. അത് അവിടെ ഒരു സംഭാഷണം, ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആണെങ്കിൽ 1 മിനിറ്റോട് തീർക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു. അതിനാണ് ലോകത്ത് ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളെയും നശിപ്പിക്കാനും പഴപ്പിക്കാനും ഇബ്ലീസിനെ അള്ള കയറൂരി വിട്ടുകണതേ. മനസ്സിലായി? അപ്പൊ അള്ളയിലെ ഏറ്റവും വലിയ ഇബ്ലീസ് എന്ന് ഒരു സാധാരണ വിശ്വാസിയുടെ മനസ്സിൽ ഇപ്പൊ തബ്ലീഗ് ജമാഅത്തിൽ നിൽക്കണ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ എങ്ങനെ കുറ്റം പറയാം? ഇതാണ് പ്രശ്നം. ഇത് ലോജിക്കലി കണക്ട് ആവണില്ല, അതാ പ്രശ്നം. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും അപ്പൊ നിങ്ങൾ ഇനിയും വായിക്കുകയും പഠിക്കുകയും തബ്ലീഗ് തന്നെ നിൽക്കുകയും ഉസ്താദ്മാര് ചിലപ്പോ നല്ല അറിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ പറഞ്ഞു തരുവാണെങ്കിലോ, ഈമാനെങ്ങാനും കിട്ടുകയാണെങ്കിൽ എനിക്ക് കൂടി തരും, കുറച്ച് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളെന്താ പറഞ്ഞ, എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ കാണാൻ നല്ല താല്പര്യമുണ്ട്. എന്ത്? ഇതുപോലത്തെ ഇപ്പത്തെ വലിയ ഉസ്താദ്മാരുണ്ടല്ലോ, വീഡിയോ നമ്മൾ എടുത്ത് പൊരിക്കുന്നുണ്ട്.
പിന്നെ സംവാദത്തിന് അങ്ങനെ നമ്മള് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഓര് പറഞ്ഞത് ഇട്ടിട്ട് പൊരിച്ചിട്ട് കാര്യമില്ല. അതിന് നേരിട്ട് വരണ്ടേ വരണ്ടേ? നിങ്ങൾ വിളിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഏതായാലും ഉസ്താദുമാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ ചങ്ങായിന്റെ അഹങ്കാരം തീർത്തു കൊടുക്കണം. നിങ്ങളൊന്ന് ഉസ്താദെ വിളിക്ക് എന്നിട്ട് ഏതെങ്കിലും ഉസ്താദിനെ കൊണ്ട് വിളിപ്പിക്കുക. അപ്പൊ നമുക്ക് നോക്കാലോ. അങ്ങനെ ഉസ്താദ്മാരെ കൊമ്പത്തേറ്റിട്ട് വിളിപ്പിക്ക്. അങ്ങനത്തെ ഉസ്താദന്മാരുടെ അടുത്തില്ല. എന്താ നമ്മള് സ്വമേധയാ ഇപ്പൊ ഒരു ഉസ്താദ് എന്നെ വിളിച്ച് തലവെച്ചായിരുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, അങ്ങനെ ഒരു ഞാൻ അങ്ങോട്ട് ഉസ്താദിന് വിളിച്ചാൽ എടുക്കൂല, ഫോൺ എടുത്താൽ സംസാരിക്കൂല. പണ്ട് അക്ബറിനെ വിളിച്ചിട്ട് അക്ബർ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഫോണിൽ സംസാരിക്കൂല. അങ്ങനെ അറിയാം. അയാളാ മറ്റേ റസൂല് കള്ളുടിച്ചതിനെ പറ്റി വിശദീകരിച്ച് അത് സൂര്യന്റെ ചൂട് തട്ടിച്ചിട്ട് മറച്ചു കൊടുത്ത് എന്തിനാന്ന് ചോദിച്ചപ്പോ സൂര്യന്റെ വെയില് തട്ടിച്ച് മറച്ചു കൊടുത്ത് അതിപ്പോ ഞാനും പോയി കുടിച്ചിട്ടുണ്ട്. എനിക്കത് കേട്ടപ്പോ കണ്ട് അതേപ്പം മറ്റേ ബാസിലും കൂട്ടരും മറ്റേ ജൗനിന്റെ തോട്ടത്തിലേക്ക് പോയത് കല്യാണം കഴിഞ്ഞിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് ആദീസുകൾ മൊത്തം വലിച്ചു വാരിയിട്ട് ആകെ നാറ്റിച്ചില്ലേ. ഇവന്മാർക്ക് മിണ്ടാതിരുന്നാൽ തന്നെ ദീനിന് കുറച്ചുകൂടി ആയുസുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ ഇടക്ക് വിളിക്കുക. ഏതായാലും ഉസ്താദ്മാരെ കിട്ടുകയാണെങ്കിൽ വിളിപ്പിക്ക്. ഓക്കെ, ശരി.